ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ ജനുവരി മാസത്തിൽ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, ഇടാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെ അതേ കുഞ്ഞുങ്ങൾക്ക് ജനുവരി 26 ഒക്കെ പ്രമാണിച്ച് നമുക്ക് 1-2 ദിവസം അവധി കിട്ടിയപ്പോഴേക്കും നമ്മൾ ചേർത്തലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, വല നെയ്യുന്ന ഒരു വീഡിയോ. അതിനുശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ ഒന്ന് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ഈ ചേർത്തല ഭാഗത്ത് ഒരുപാട് അടിപൊളി ബീച്ചുകളുണ്ട്. അങ്ങനെ നമ്മളൊന്ന് ആർമാദിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോയേക്കുവാണ് കേട്ടോ. അവിടെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ, നമ്മുടെ ഒന്നും കൊല്ലത്തെ അഴീക്കൽ ബീച്ചിലും കൊല്ലം ബീച്ചിലൊന്നും നമുക്കിതുപോലെ ചിപ്പിയും കക്കയും കല്ലുമ്മക്കായൊന്നും അങ്ങനെ പാറകളിലൊന്നും ഇരിക്കുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയില്ല, പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ചെന്നപ്പം അവിടെ ഉള്ള അത്യാവശ്യം പാറകളിലെല്ലാം തന്നെ ഇതുപോലെ ചിപ്പികളും കക്കകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് 1-2 കല്ലുമ്മക്കായ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ഒരുപാട് കല്ലുമ്മക്ക ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾക്ക് 1-2 കല്ലുമ്മക്ക അവിടെ നിന്ന് കിട്ടിയിട്ട് നമ്മൾ കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് ക്ലോസ് ആയി പോകും. നമുക്കത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞങ്ങൾ അതിനൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു തരത്തിലും അത് ഓപ്പണായി വരത്തില്ല. നമ്മൾ എടുക്കുമ്പോഴേക്കും അതങ്ങ് ക്ലോസ് ആയിപ്പോവും. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന കല്ലുമ്മക്ക വളരെ ചെറുതാണ് കേട്ടോ. ഇത് വളരെ ചെറുതാണ്, ഇതിനേക്കാൾ നല്ല വലിപ്പം വെക്കും ഇതിന്. അത്യാവശ്യം അജിത്താണെങ്കിൽ അതിനെ ഒന്ന് എറിഞ്ഞ് പൊട്ടിച്ച് നോക്കുകയാണ് അതിനകത്ത്. നോക്കിയപ്പോൾ അതിൻ്റെ മാംസമുണ്ട്, പക്ഷെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, നമുക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക്, ഈ ചേർത്തല തന്നെ നമുക്കിതുപോലൊരു അഴിമുഖമുണ്ട്, അതിൻ്റെ അടുത്തേക്കായിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് അവിടുന്ന് നല്ല രീതിയിൽ ഒരു 5-6 കിലോയോളം കല്ലുമ്മയൊക്കെ നമ്മളവിടുന്ന് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം അവിടുന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ പോയി കല്ലുമ്മക്ക കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ആ ചാക്കിൽ നിറയെ കല്ലുമ്മക്ക ഞങ്ങൾ പോയി പറക്കിയതാണ് കേട്ടോ. പാറയെ നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, നമ്മൾ കൈയൊക്കെ മുറിയും, എന്നാലും നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എടുത്ത് 5-5.5 കിലോയോളം ഉണ്ടായിരുന്നു കല്ലുമ്മക്ക. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, നമുക്കങ്ങനെ കല്ലുമ്മക്ക പറിച്ചെടുക്കാനൊക്കെ പറ്റുകയെന്ന് വെച്ചാൽ. അതിനുശേഷം നമുക്കൊരു അബദ്ധം എന്ന് വെച്ചാൽ, ഈ എടുത്ത കക്കയ്ക്കകത്തെല്ലാം നമുക്ക് മണ്ണുണ്ട്, പക്ഷേ അത് അവിടെ തന്നെ കടൽ വെള്ളത്തിൽ തന്നെ ഒന്ന് ഒലച്ച് കഴുകിയിട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു കേട്ടോ. ഇതെടുക്കുമ്പോൾ ഇതിൽ നിറയെ മണ്ണുണ്ട് കേട്ടോ. പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഞാൻ കുറേ